വിൻഡോസ് വിസ്റ്റയിലെ ഒരു ഉപാധിയാണ് സൈഡ് ബാർ. വിൻഡോസ് സൈഡ് ബാർ ചില കമ്പ്യൂട്ടറുകളിൽ അത് ഓണായി വരുമ്പോൾ തന്നെ കാണാം. ഇപ്പോൾ ഇതിൽ ഓണാക്കി വെച്ചിട്ടില്ല. എങ്ങനെ അത് ഓണാക്കാം? സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോസ് സൈഡ് ബാർ എന്ന ഈ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. കാണുന്നില്ലെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോസ് സൈഡ് ബാർ എന്നോ വെറും സൈഡ് ബാർ എന്നോ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റിങ്ങിൽ നിന്നും ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൈഡ് ബാർ ഓണായി വരുന്നതാണ്. ഈ കാണുന്നതിനെയാണ് സൈഡ് ബാർ എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന ഓരോ ഐറ്റത്തെയും ഗാഡ്ജറ്റ്സ് എന്നാണ് പറയുക. ഗാഡ്ജറ്റ്സ് എന്നാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം എന്ന നിലയ്ക്കാണ് ഗാഡ്ജറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതെല്ലാം ഓരോ ഗാഡ്ജറ്റ്സ് ആണ്, ഓരോരോ ഉപയോഗമാണ് ഇതിന്. ഇതിലെ ഗാഡ്ജറ്റ്സുകൾ മാറ്റാം, ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന് സെറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ഗാഡ്ജറ്റ്സുകൾ, ഇപ്പോഴുള്ള ഗാഡ്ജറ്റ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. അതിനുശേഷം ഇവിടെ വ്യൂ ലിസ്റ്റ് ഓഫ് റണ്ണിങ് ഗാഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാഡ്ജറ്റ്സ് ആണ്. കലണ്ടർ സെലക്ട് ചെയ്യുക, റിമൂവ് ചെയ്യുക. ക്ലോക്ക് റിമൂവ് ചെയ്യുക, കോണ്ടാക്ട്സ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യുകയാണ് ഞാൻ. ഫസ്റ്റിൽ ഒന്നെല്ലാം റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ക്ലോസ് ചെയ്ത നിലയ്ക്കാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് വീണ്ടും സൈഡ് ബാറിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സൈഡ് ബാറിൽ ഇപ്പോൾ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. ഗാഡ്ജറ്റ്സ് ആവശ്യമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു വിൻഡോ വരും. ഇതിൽ കലണ്ടർ വേണമെങ്കിൽ കലണ്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ക്ലോക്ക് വേണമെങ്കിൽ ക്ലോക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് വരുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ ഓരോ ഗാഡ്ജറ്റ്സ് ഒഴിവാക്കാനായിട്ട് ആ ഗാഡ്ജറ്റ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ഗാഡ്ജറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാഡ്ജറ്റ്സ് ഒഴിവാകുന്നതാണ്. ഓരോ ഗാഡ്ജറ്റ്സിൻ്റെയും ഉപയോഗം ഓരോ തരത്തിലാണ്. ഇത് ഡേറ്റ് നിയന്ത്രിക്കാനുള്ള, ഡേറ്റ് കാണിക്കാനുള്ള ഗാഡ്ജറ്റ്സാണ്. ഇത് ടൈം, ഇത് ഗെയിമിനുള്ള ഗാഡ്ജറ്റ്സാണ്. ഇത് ചിത്രങ്ങൾ കാണിക്കാനുള്ള ഗാഡ്ജറ്റ്സാണ്. ഇതിലെ മറ്റ് ഗാഡ്ജറ്റ്സുകൾ, ഒന്ന് കോണ്ടാക്ട്സ്, നമ്മളുടെ അഡ്രസ് കോണ്ടാക്ട്സുകൾ മാനേജ് ചെയ്യാനുള്ള ഗാഡ്ജറ്റ്സ്. ഇത് CPU, നിങ്ങളുടെ പ്രോസസ്സറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് കറൻസി എക്സ്ചേഞ്ച് റേറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് തരുന്നത്. ഇത് ന്യൂസുകൾ കാണിക്കാനുള്ള ഗാഡ്ജറ്റ്സ്. ഇത് CD റൈറ്റിങ്ങിനും കോപ്പിയിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്. ഇത് നമ്മളെ പെട്ടെന്നുള്ള ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ, പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നോട്ട് ചെയ്യാനുള്ള ഗാഡ്ജറ്റ്സ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റേറ്റും സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതാത് വിവരങ്ങൾ തരുന്ന ഗാഡ്ജറ്റ്സ്. ഇത് വെതർ കണ്ടീഷൻസിനെ കുറിച്ച് കാണും. ഏത് ഗാഡ്ജറ്റ്സ് ആണോ വേണ്ടത് നമുക്ക് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഗാഡ്ജറ്റ്സ് ആവശ്യമാണെങ്കിൽ ഗെറ്റ് മോർ ഗാഡ്ജറ്റ്സ് ഓൺലൈൻ, വെബിലൂടെ നിങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് ലഭിക്കുന്നതാണ്.